അൾട്ടിമയുടെ ഓയിൽ റീസെറ്റ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അൾട്ടിമയുടെ ഈ ഒരു ബട്ടൺ എന്ത് ചെയ്യാം, പ്രസ് ചെയ്യാം. പ്രസ് ചെയ്യുമ്പോൾ അതിങ്ങനെ കാണിക്കും. വീണ്ടും സെറ്റിങ്സിലോട്ടാണ് നമുക്ക് വേണ്ടി, സെറ്റിങ്സ്. ഓക്കെ, നെക്സ്റ്റ് അടിക്കുക, വീണ്ടും നെക്സ്റ്റ് ഒന്നുകൂടി അടിക്കുക, വീണ്ടും പ്രസ് ചെയ്യാം. ഓക്കെ, വീണ്ടും ഇങ്ങനെ പോകുമ്പോൾ അടുത്തത് നെക്സ്റ്റ് സെറ്റിങ്സിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഡ്രൈവർ അസിസ്റ്റൻസ് എന്ന് കാണിക്കും. ഇതിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാം, പ്രസ് ചെയ്ത് താഴോട്ട് പ്രസ് ചെയ്യാം. ഓക്കെ, താഴോട്ട് പ്രസ് ചെയ്യുമ്പോൾ മെയിൻ മെനു, ബോഡി കളർ, നെക്സ്റ്റ് എന്താണ് മെയിൻ്റനൻസ്. ഈ മെയിൻ്റനൻസ് വരുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യാം, പ്രസ് ചെയ്യാം. ഓക്കെ, എൻ്റർ ചെയ്യാം. അതിലപ്പോൾ സർവീസ് കാണിക്കും, സർവീസ്, ടയർ, അതേഴ്സ്. ഇത് നമുക്ക് ഓയിൽ സർവീസ് ചെയ്തതിൻ്റെ നമുക്ക് കിലോമീറ്റർ ഏതാണോ ഓയിൽ നമ്മൾ പിന്നെ ഫില്ല് ചെയ്തത്, ഇതിൽ ചേഞ്ച് ചെയ്തത്, ഈ ഓയിലിനനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ കിലോമീറ്റർ ആഡ് ചെയ്യാം. കിലോമീറ്റർ മെയിലുണ്ടാവും, അതുപോലെ കിലോമീറ്ററിലുണ്ടാവും. അമേരിക്കൻ കാറുകളൊക്കെ ആണെങ്കിൽ മെയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് ഒരു അമേരിക്കൻ കാർ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, സർവീസ് പ്രസ് ചെയ്യാം. ഓക്കെ, ഇതിൽ 0 എത്രയാണ് വരുന്നത് വെച്ചാൽ ഓക്കെ അങ്ങോട്ട് വെച്ചിട്ട് നേരെ 6500 ആണ് നമ്മൾ ആക്കുന്നത്. ഏകദേശം മെയിലും അത് ഏകദേശം വരുന്നത് അല്ലെങ്കിൽ 7000 6500 എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അത് ചെയ്തിട്ട് എന്ത് ചെയ്യാം, റീസെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യും, അതിൻ്റെ ഒരു 6500 ഇൻ്റർവെൽ ആകുമ്പോൾ, സമയമാകുമ്പോൾ നമുക്ക് ഇവിടെ മെസ്സേജ് വരും. അപ്പോൾ നമുക്ക് ഓയിൽ സർവീസ് ചെയ്യാം. അതുപോലെ ടയർ നെക്സ്റ്റ് വരുന്നത് ടയർ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ എത്ര കിലോമീറ്ററാണ് ഓടേണ്ടി എന്ന് അവർ ശേഷം നമുക്ക് ഇവിടെ ഇതുപോലെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു കിലോമീറ്റർ ആകുമ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യും, ടയർ റൊട്ടേഷനോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. താങ്ക് യു.